ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനമേ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ നോമ്പിലൂടെയുള്ള യാത്രയിൽ ദൈവസാന്നിധ്യത്തെ നാം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനാപൂർവം വിശ്വാസത്തോടെ ദൈവികമായ പ്രത്യാശയോടെ നാം യാത്ര ചെയ്യുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അടയാളങ്ങളുടെ ആരംഭമായി ക്രിസ്തു കാനാവിൽ പ്രവർത്തിച്ച അത്ഭുതത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണ്. ഒരു കുടുംബത്തെ സംബന്ധിച്ച് മാത്രമല്ല, അതൊരു ദേശത്തെ സംബന്ധിച്ചും അത് ബന്ധുമിത്രാദികളെ സംബന്ധിച്ചും വിവാഹിതരാകുന്നവരെ സംബന്ധിച്ചും വളരെ ശ്രദ്ധയേറിയ ദിവസങ്ങളാണ്. അങ്ങനെയൊരു ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഭവനം, ആ വിവാഹത്തിൻ്റെ എല്ലാ ഉല്ലാസവും എല്ലാ സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, അവരുടെ വിരുന്ന് ഭവനത്തിൽ വീഞ്ഞ് ഇല്ലാതെയായിത്തീരുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ടല്ലോ. എല്ലാ സന്തോഷങ്ങളുടെ മധ്യത്തിലും ഒരു സങ്കടത്തിൻ്റെ അനുഭവം കടന്നു വരാം എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്. നൃത്തവും ആട്ടവും പാട്ടുമായി കടന്നുപോയ സാഹചര്യങ്ങളിൽ എത്ര പെട്ടെന്നാണ് ഒരു സങ്കടത്തിൻ്റെ അനുഭവം ആ ഭവനത്തിൽ കടന്നു വരുന്നത്. ആ സാഹചര്യത്തെ നേരിടുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തിയോ സാഹചര്യമോ ഒന്നും ഒരുപക്ഷെ അവിടെ ഉണ്ടാകണമെന്നില്ല. ഇവിടെ യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, അവർക്ക് വീഞ്ഞ് തീർന്നുപോയി എന്ന്. ആ സാഹചര്യത്തിൽ യേശു പറയുന്നത് എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ ആ അമ്മ ആ വീട്ടിലുള്ള പരിചാരകരോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അപ്രകാരം ചെയ്യണമെന്ന്. വളരെ വിശ്വാസത്തോടെയാണ് ആ അമ്മ ആ പരിചാരകരോട് അപ്രകാരം പറയുന്നത്. യേശു അവിടെ നോക്കുമ്പോൾ ആ ഭവനത്തിൻ്റെ സന്തോഷത്തിൻ്റെ മധ്യത്തിൽ അവർക്കുണ്ടായതായ സങ്കടത്തെ യേശു സ്വന്തം ജീവിതാനുഭവമായി സ്വീകരിക്കുകയാണ്. അവിടെ നോക്കുമ്പോൾ കാണുന്നത് 6 കൽഭരണികൾ ആ ഭവനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉപയോഗിക്കാതെ കിടക്കുന്നതാണ്. യഹൂദ പാരമ്പര്യമനുസരിച്ച് ആ കൽപാത്രങ്ങൾ വെള്ളം നിറച്ച് ശുദ്ധീകരണ നിയമമനുസരിച്ച് സൂക്ഷിക്കേണ്ട കൽപാത്രങ്ങളായിരുന്നു. എന്നാൽ അവഗണിക്കപ്പെട്ട് ശ്രദ്ധിക്കാതെ കിടന്ന കൽപാത്രങ്ങളെ യേശുതമ്പുരാൻ കാണുകയാണ്. നമ്മുടെ ജീവിതവും പലപ്പോഴും ഇപ്രകാരം അവഗണിക്കപ്പെട്ട നിലയിൽ, മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നാം അവഗണിക്കപ്പെട്ടവരായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മെ ശ്രദ്ധിക്കുന്നത്, നമ്മെ കാണുന്നത് നമ്മുടെ ദൈവം മാത്രമാണ്. യേശു അവിടെ ഈ കൽപാത്രങ്ങളെ കാണുകയാണ്. അതിനെ പുറത്തെടുക്കുവാൻ കൽപ്പിക്കുകയാണ്. പുറത്തു കൊണ്ടുവന്ന് അത് കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളം നിറയ്ക്കുവാൻ തക്കവണ്ണം ക്രിസ്തു ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം പലപ്പോഴും അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എന്നെയും നിങ്ങളെയും കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം കാണുമ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക്, നിറയുന്ന അനുഭവത്തിലേക്ക്, സന്തോഷകരമായ സാഹചര്യത്തിലേക്ക് നാം അടുത്തു വരും എന്നുള്ളതാണ്. ശ്രദ്ധിക്കപ്പെടാത്ത പാത്രങ്ങൾ ആ അനുഭവത്തിൽ വെള്ളം വീഞ്ഞായി തീരുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ട പാത്രങ്ങളായി അത് മുഖ്യസ്ഥാനത്തേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. ദൈവം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ആയിരുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് അടുത്തു വരുവാൻ തക്കവണ്ണം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ വിളമ്പിക്കൊടുക്കുന്നതായ ആ വീഞ്ഞ് രുചിച്ച് നോക്കിയിട്ട് ആളുകൾ പറയുകയാണ്, ഇത്ര ശ്രേഷ്ഠമായ, ഇത്ര രുചികരമായ വീഞ്ഞ് ഇതുവരെയും നീ കരുതി വച്ചുവല്ലോ എന്ന്. നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് രുചികരമായ, മറ്റുള്ളവർക്ക് നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതായി തീരണമെങ്കിൽ ആ ദൈവം നമ്മെ കാണുകയും ദൈവം നമ്മെ അറിയുകയും ചെയ്യുന്ന സാഹചര്യം അത് നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പിൽ ഉണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ദൈവം ശ്രദ്ധിക്കുന്ന നല്ല പാത്രങ്ങളായി രൂപപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.